ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സഞ്ജു ചന്ദ്രകാന്തത്തിലേക്ക് എത്തിയതും കോളിംഗ് ബെൽ അടിച്ച സമയത്ത് കാഞ്ചന ആരോ വന്നു എന്ന് മനസ്സിലാക്കി ആരാണ് പുറത്ത് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കാഞ്ചന പോകാൻ തുടങ്ങുമ്പോൾ പ്രഭ കാഞ്ചനയെ തടയുന്നു. അത് സഞ്ജു ആണ് എന്ന് പ്രഭ പറയുകയും സഞ്ജു എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞതും കാഞ്ചന പറഞ്ഞു, എന്തിനാ അവൻ ഇവിടേക്ക് വരുന്നത്? അപ്പോഴേക്കും പ്രഭ പറഞ്ഞു, നീ അവനോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. നമ്മുടെ മോളുടെ ഭാവി ഓർത്ത് നീ തൽക്കാലം അവനോട് മര്യാദയോടെ പെരുമാറണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാഞ്ചന പറഞ്ഞു, എന്തിനാ അവൻ ഇവിടേക്ക് വരുന്നത് എന്ന് ചോദിച്ചതും മോളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് എന്ന് പ്രഭ മറുപടി നൽകി. എന്തിനാ അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അവൻ എൻ്റെ മോളെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇനി അവനുമായിട്ടൊരു ജീവിതവും എൻ്റെ മോൾക്ക് വേണ്ട. അവൻ്റെ കൂടെ നാണം കെട്ട് പോകാനുള്ള അവസ്ഥയിലൊന്നുമല്ല ഞാനും എൻ്റെ മോളും. അത്രത്തോളം ദാരുണമായിട്ടുള്ള സ്ഥിതിയിലല്ല നമ്മൾ കഴിയുന്നത് എന്ന് കാഞ്ചന ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും കാഞ്ചനയെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജു നിൽക്കുമ്പോൾ കാഞ്ചന ദേഷ്യത്തോടെ ചോദിച്ചു, ആഹാ, അല്ല, നീ തനിച്ചാണോ വന്നത്? നിന്റെ ഭാര്യ എവിടെ? അവളെ കൂടി നിനക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ എന്ന് കാഞ്ചന സഞ്ജുവിനോട് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സഞ്ജു കാഞ്ചനയോട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നു. ഇത് കണ്ട ഉടനെ പ്രഭ സഞ്ജു അകത്തേക്ക് വന്നതും കാഞ്ചന പ്രഭയെ തടയുന്നു. എന്താ നിങ്ങൾ പറയാൻ പോകുന്നതെന്നുള്ള രീതിയിൽ പ്രഭയെ കാഞ്ചന നോക്കുമ്പോൾ സഞ്ജു അകത്തേക്ക് എത്തി പ്രഭയോട് പറഞ്ഞു, എന്നെ എന്ത് വേണമെങ്കിലും വല്യപ്പച്ചി പറഞ്ഞു. പക്ഷേ എനിക്ക് സ്വാതിയെ കാണണം. സ്വാതിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. എൻ്റെ അവസ്ഥ സ്വാതിക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് സഞ്ജു കാഞ്ചനയോട് പറയുമ്പോൾ കാഞ്ചന പറഞ്ഞു, എൻ്റെ മോളെ നീ കാണണ്ട. അവൾക്ക് നിന്നെ കാണണ്ടെന്ന് തന്നെയാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ എത്ര പറഞ്ഞാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇനി ഇവിടെ നിൽക്കുകയും വേണ്ട. എത്രയും പെട്ടെന്ന് പൊയ്ക്കോ. നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സഹിച്ചും ശ്രമിച്ചും എൻ്റെ മോൾ എത്ര നാളാണ് അവിടെ കഴിഞ്ഞത്. അല്ല, സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നിന്റെ വീട്ടിൽ നടക്കുന്നത്. നിനക്ക് നാണമില്ലേടാ? നീ താലി കെട്ടാത്ത, നിന്റെ ഭാര്യയല്ലാത്ത ഒരു പെണ്ണിന്റെ മുന്നിൽ നീ അവളുടെ ഭർത്താവായിട്ട് ചമഞ്ഞ് അവളോട് അത്രയും അടുത്തിടപഴകാനൊക്കെ നിനക്ക് എങ്ങനെ കഴിയുന്നു? അതും താലി കെട്ടിയ ഭാര്യയെ നോക്കി നിൽക്കെ. നിനക്ക് മാത്രമേ അത് സാധിക്കൂ. സ്വന്തം ഭാര്യയെ നോക്കി നിൽക്കെ മറ്റൊരു പെണ്ണിനോട് ഭർത്താവ് ചമഞ്ഞ് അവളോട് അങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നുണ്ടല്ലോ. അതൊന്നും ഇനി എൻ്റെ മോള് സഹിച്ചും ശ്രമിച്ചും നിൽക്കുമെന്ന് നീ കരുതണ്ട എന്ന് കാഞ്ചന സഞ്ജുവിനോട് ദേഷ്യപ്പെട്ടു. സഞ്ജു അതെല്ലാം കേട്ട് കാഞ്ചനയോട് പറഞ്ഞു, അപ്പച്ചി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് സഞ്ജു തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കാഞ്ചന പറഞ്ഞു, ഇനി നിന്റെ ഒരു വാക്കും ഞങ്ങൾക്ക് കേൾക്കണ്ട. എത്രയും വേഗം നീ ഇവിടുന്ന് പോകാൻ നോക്കിക്കോ. ഏതോ ഒരുത്തൻ കെട്ടിയ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നീ ഭർത്താവാണെന്ന് പറഞ്ഞ് അവൾ നിന്റെ പിന്നാലെ നടക്കുമ്പോൾ അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് നീ അവളുടെ ഭർത്താവ് ചമഞ്ഞ് നടക്കുകയല്ലേ? നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ മറ്റൊരുത്തന്റെ താലി കഴുത്തിൽ കിടക്കുന്നവളെ ഭാര്യയായിട്ട് കാണാൻ എന്ന് കാഞ്ചന ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സഞ്ജു ആകെ വിഷമത്തോടെ കാഞ്ചനയെ നോക്കി. ഈ സമയത്ത് പ്രഭ കാഞ്ചനയോട് പറഞ്ഞു, കാഞ്ചന, താൻ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതോ എവിടെയോ കിടന്ന ഒരു പെണ്ണ് വെറുതെ അങ്ങ് വലിഞ്ഞു കയറി ചെന്നതൊന്നും അല്ലല്ലോ. എങ്ങനെയാണ് അമ്മു ആ മംഗലശ്ശേരിയിൽ എത്തിയതെന്ന് തനിക്കും അറിയാവുന്നതല്ലേ? നമ്മുടെ മകൾ കാരണമല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അത് താൻ മറന്നുപോയോ എന്ന് ചോദിച്ചതും കാഞ്ചന പറഞ്ഞു, എനിക്കറിയാം, അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, അമ്മു നമ്മുടെ കുടുംബത്തോട് ചെയ്തു തന്ന ഉപകാരങ്ങളും എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. പക്ഷെ ഇതൊക്കെ എങ്ങനെ സഹിച്ചു നിൽക്കാൻ കഴിയും? താലി കെട്ടിയ പുരുഷൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അതെല്ലാം കണ്ടും അവളോട് ആ രീതിയിൽ പെരുമാറുന്നതൊക്കെ കണ്ടും കേട്ടും സഹിച്ചു നിൽക്കാൻ എൻ്റെ മോൾക്കല്ലാതെ മറ്റൊരു പെണ്ണിനും കഴിയില്ല. ഇത്രയും നാൾ അവൾ അതെല്ലാം സഹിച്ചു നിന്നില്ലേ? ഇനി എൻ്റെ മോളെ അതിന് കിട്ടില്ല. എത്രയും വേഗം ഇവിടുന്ന് പോകാൻ നോക്ക് സഞ്ജു എന്ന് കാഞ്ചന ദേഷ്യത്തോടെ പറയുമ്പോൾ സഞ്ജു പറഞ്ഞു, അപ്പച്ചി, എനിക്ക് സ്വാതി ഒന്ന് കാണണം. അപ്പച്ചി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു. പക്ഷേ സ്വാതിയെ എനിക്ക് കണ്ടേ തീരൂ. സ്വാതിയോട് സംസാരിച്ചാൽ സ്വാതിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് സഞ്ജു സ്വാതിയെ കാണാനായി റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കാഞ്ചന സഞ്ജുവിനെ പിടിച്ചു നിർത്തുന്നു. നിന്നോടല്ലേടാ അവളെ കാണണ്ട എന്ന് പറഞ്ഞത്? എൻ്റെ മോൾക്ക് നിന്നെ കാണണ്ട എന്ന് അവൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നീ വന്നാൽ അവളുടെ റൂമിലേക്ക് നിന്നെ പറഞ്ഞയക്കരുതെന്നും അവളാണ് എന്നോട് പറഞ്ഞത് എന്ന് കാഞ്ചന ദേഷ്യത്തോടെ സഞ്ജുവിനോട് പറയുന്നു. അത് കേട്ടതോടെ പ്രഭു പറഞ്ഞു, സഞ്ജു, നീ കാഞ്ചന പറയുന്നതൊന്നും കേൾക്കണ്ട. മോളെ പോയി കണ്ടോ, അവളോട് നീ കാര്യങ്ങൾ സംസാരിക്കേ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് സഞ്ജു വന്നതറിഞ്ഞ് സ്റ്റെയറിന് താഴെ എത്തി. എന്നാൽ സഞ്ജുവിന്റെ മുന്നിലേക്ക് എത്താതെ മുകളിൽ നിന്ന് എല്ലാം കേട്ടുകൊണ്ട് നിന്ന സ്വാതി പ്രഭയുടെ വാക്കുകൂടി കേട്ടതോടെ വിഷമത്തോടെ താഴേക്ക് ഓടിയിറങ്ങുന്നു. അച്ഛൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ച് കലിയോടെ സ്വാതി സഞ്ജുവിന്റെ മുന്നിലേക്ക് എത്തി. സ്റ്റെയർ ഇറങ്ങി സ്വാതി മുന്നിലേക്ക് വന്നതും സഞ്ജു സ്വാതിയെ വിളിച്ചു. സ്വാതി, ഞാൻ പറയുന്നുവെന്ന് കേക്ക് സ്വാതി എന്ന് പറഞ്ഞതും ഉടനെ സ്വാതി പറഞ്ഞു,
സഞ്ജു, എനിക്ക് അല്പം സ്വൈര്യം വേണം. എന്നെ ഒന്ന് വെറുതെ വിട്. എൻ്റെ വീട്ടിലെങ്കിലും ഞാനൊന്ന് സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. ദേവിയത് സഞ്ജു ഇനി എന്നെ അന്വേഷിച്ച് വരരുത് എന്ന് പറഞ്ഞു സ്വാതി ദേഷ്യപ്പെട്ടുകൊണ്ട് നേരെ മുകളിലേക്ക് കയറിപ്പോന്നു. അത് കേട്ടതോടെ സഞ്ജു ആകെ തകർന്നുപോയി. അവസാനം സഞ്ജു ആകെ വിഷമിച്ചകന്ന് നിൽക്കുമ്പോൾ കാഞ്ചന പറഞ്ഞു, കേട്ടല്ലോ, മര്യാദയ്ക്കൊന്ന് പോകാൻ നോക്ക് സഞ്ജു എന്ന് പറഞ്ഞ് സഞ്ജുവിനോട് പോകാനായി കാഞ്ചന അറിയിച്ചു. വിഷമത്തോടെ സഞ്ജു തലകുനിച്ച് ആ വീടിന്റെ പടി ഇറങ്ങി പോകുമ്പോൾ പ്രഭ പിന്നാലെ എത്തുന്നു. സഞ്ജു കാറിനരികിലേക്ക് എത്തിയതും പ്രഭ അരികിലേക്ക് എത്തി വിളിച്ചു, മോനെ സഞ്ജു, നീ തൽക്കാലം മംഗലശ്ശേരിയിലേക്ക് ചെല്ല്. മോളുടെ മനസ്സ് ഇപ്പോ ആകെ അസ്വസ്ഥമാണ്. അവളൊന്ന് ശാന്തമായി കഴിയുമ്പോൾ ഞാൻ അവളോട് സംസാരിക്കാം. പിന്നീട് നീ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പൊയ്ക്കോ എന്ന് സഞ്ജുവിനോട് പ്രഭ അറിയിച്ചു. സഞ്ജു അതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ പോകാൻ നോക്കുമ്പോൾ പ്രഭ പറഞ്ഞു, പിന്നെ എത്രയും വേഗം അമ്മുവിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി ഈ അവസ്ഥ തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സഞ്ജു പറഞ്ഞു, അങ്കിൾ, ഇന്ന് അവിടെ സംഭവിച്ചത് അത് അങ്കിളിന് അറിഞ്ഞുകൂടെ? എല്ലാം വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എനിക്ക് അറിയില്ലായിരുന്നു. സ്വാതി എനിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സ് ഏതാണെന്നുള്ള കാര്യം ഞാൻ അങ്കിളിനോട് പറഞ്ഞതാണല്ലോ കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ ശത്രുക്കളെയും ആ അമ്മു ഇന്നത്തെ ഫംഗ്ഷന് ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഒരു അബദ്ധം അമ്മ കാണിച്ചു. അതാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് സഞ്ജു അറിയിച്ചു. അത് കേട്ടതും പ്രഭു പറഞ്ഞു, സഞ്ജു, അമ്മുവിനോട് ദക്ഷ ആരാണെന്നുള്ള സത്യം പറഞ്ഞു മനസ്സിലാക്കണം. ദക്ഷ ഈ കുടുംബത്തിന്റെ ശത്രുവാണെന്നുള്ള സത്യം അമ്മുവിനെ ബോധ്യപ്പെടുത്തണം. എന്നാലേ ഇതിൽ നിന്നൊക്കെ അമ്മുവിനും രക്ഷപ്പെടാൻ കഴിയൂ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനിയും ഈ അവസ്ഥ തുടർന്നുകൊണ്ട് പോകാനാവില്ല. എത്രയും പെട്ടെന്ന് അമ്മുവിനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. അമ്മുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം എന്ന് സഞ്ജുവിനോട് പ്രഭ അറിയിച്ചു. അത് കേട്ട ഉടനെ സഞ്ജു പറഞ്ഞു, അതിനുള്ള നീക്കത്തിലാണ് അങ്കിൾ ഞങ്ങൾ. എന്നോട് അമ്മുവിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും ഗോവിന്ദും ഒക്കെ വാക്ക് തന്നതാണ്. ഉടനെ തന്നെ അമ്മുവിനെ ആ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന്, അമ്മുവിനെ ആ നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുപ്പിക്കാമെന്ന് അവർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കാത്തിരുന്നാൽ മതി എന്ന് സഞ്ജു അറിയിച്ചു. അത് കേട്ടതും ഉടനെ പ്രഭു പറഞ്ഞു, എത്ര നാളാണ് സഞ്ജു, എത്ര നാൾ ഇത് കാത്തിരിക്കേണ്ടി വരും? അമ്മുവിന്റെ ഓർമ്മകൾ തിരികെ കിട്ടുമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം കാത്തിരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഈ അവസ്ഥയിൽ അമ്മുവിന്റെ ഈ ഒരു പെരുമാറ്റം കണ്ട് സഹിച്ചു നിൽക്കാൻ എന്റെ മോൾക്കെന്നല്ല ഒരു പെൺകുട്ടിക്കും സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണ് ഭർത്താവാണെന്ന് പറഞ്ഞ് ആ അവകാശത്തോടെ നോക്കുന്നതും പെരുമാറുന്നതും കണ്ടു നിൽക്കാൻ എനിക്ക് എന്റെ മോൾക്കെന്നല്ല ആർക്കും കഴിയില്ല. അത് നീ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ ഞാൻ അവരുടെ മുന്നിൽ ന്യായീകരിച്ചത് തൽക്കാലം കാഞ്ചനയ്ക്കും സ്വാതിയോടും സാധിക്കും നിന്നോടുള്ള മനസ്സിലെ അകൽച്ചയൊന്ന് മാറിക്കിട്ടാനാണ്. പക്ഷേ സത്യത്തിൽ തെറ്റ് ചെയ്തത് നീ തന്നെയാണ്. അത് നീ മറന്നു പോകരുത് സഞ്ജു. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഏത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാലും തന്നെ സ്നേഹിക്കാനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മറ്റൊരു പെൺകുട്ടി ഉള്ളപ്പോൾ ആ സത്യം അറിഞ്ഞു വെച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ലായിരുന്നു എന്ന് സഞ്ജുവിനോട് പ്രഭ പറയുന്നു. അതെല്ലാം കേട്ടതും അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ പേരിൽ പ്രഭ സഞ്ജുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സഞ്ജു ആകെ വിഷമത്തോടെ നിന്നു. ഉടനെ പ്രഭ പറഞ്ഞു, സഞ്ജു, അത് മാത്രമല്ല, ഇപ്പോ നീ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയുന്നു, അതെങ്ങനെ ഫലപ്രദമാകുമെന്നാണ് നീ പറയുന്നത്? ട്രീറ്റ്മെന്റ് ഒരിക്കലും ഫലം കാണാൻ പോകുന്നില്ല. കാരണം അതിന് പറ്റിയൊരു സാഹചര്യമല്ലല്ലോ നിന്റെ വീട്ടിൽ നടക്കുന്നത്. നീ ഭർത്താവാണെന്നുള്ള സത്യം, അങ്ങനെയുള്ള ഒരു വിശ്വാസം അരക്കെട്ട് ഉറപ്പിക്കുന്നത് പോലെയില്ലേ അവിടെ നിങ്ങളുടെ വീട്ടിൽ നീയും നിന്റെ അമ്മയും മറ്റുള്ളവരുമൊക്കെ പെരുമാറുന്നത്? നീ അവളുടെ ഭർത്താവാണെന്ന രീതിയിൽ ആ വിശ്വാസം അമ്മുവിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറച്ചു പോകുന്ന കാര്യങ്ങളാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റിന് ഫലം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാനൊരു തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരിക്കലും അമ്മുവിന്റെ ഈ അവസ്ഥയിൽ നിന്ന് അമ്മു മോചിതനാകാൻ പോകുന്നില്ല. അതാണ് സത്യം. ആ സത്യം എൻ്റെ മകളും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വാതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും എന്ന് പ്രഭ അറിയിച്ചു. എന്തായാലും ശരി, ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. 1 മാസത്തെ സമയം നിനക്ക് ഞാൻ നൽകാം. ആ 1 മാസത്തെ സമയം കൊണ്ട് അമ്മുവിനെ പഴയ അവസ്ഥയിലേക്ക് ആക്കിയില്ല എങ്കിൽ, അമ്മുവിനെ സത്യങ്ങൾ ബോധ്യപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, പിന്നെ ഞാൻ എൻ്റെ മോളുമായിട്ട് ഈ രാജ്യം വിടും കാഞ്ചനയോടൊപ്പം. പിന്നെ ഒരിക്കലും ഒരു മടങ്ങിവരവ് ഉണ്ടാവുകയില്ല. ഞാൻ എൻ്റെ മോളുമായി ഇവിടെ നിന്ന് പോകുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചിട്ടായിരിക്കും. അത് നീ മറക്കണ്ട. ഈ 1 മാസം കൊണ്ട് നീ എത്രയും പെട്ടെന്ന് അമ്മുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ തീരുമാനത്തിന്, ഈ ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനം നീ കണ്ടില്ല എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് സഞ്ജുവിനോട്
പ്രഭ അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രഭ അവിടുന്ന് പോകുമ്പോൾ എല്ലാം ഞാൻ അംഗീകരിച്ചു തരുന്നുണ്ട്. അമ്മു നമ്മുടെ കുടുംബത്തിന് ചെയ്തു തന്ന നന്മകളൊക്കെ മറ്റൊരാൾക്കും അത് ചെയ്യാൻ കഴിയുകയുമില്ല. എന്നാൽ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കെൻ്റെ മോളുടെ ഭാവിയാണ് വലുത്. എൻ്റെ മോളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനേ എനിക്ക് സാധിക്കൂ. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം നീ തന്നെ കണ്ടെത്തിക്കോണം എന്ന് പറഞ്ഞ് സഞ്ജുവിനോട് തന്റെ തീരുമാനം അറിയിച്ച് അവിടെ നിന്ന് പ്രഭ മടങ്ങുന്നു. അപ്പോഴേക്കും സഞ്ജുവിന്റെയും സ്വാതിയുടെയും ജീവിതം തകർത്തു കളഞ്ഞതിന്റെയും സ്വാതിയെ മംഗലശ്ശേരിയിൽ നിന്ന് പടിയിറക്കി വിട്ടതിന്റെയും സന്തോഷത്തിൽ സഞ്ജന അങ്ങനെ നിൽക്കുമ്പോൾ രക്ഷ അരികിലേക്ക് എത്തുന്നു. രക്ഷ വന്ന് സഞ്ജനയോട് അഭിനന്ദനം അറിയിച്ചു. കൊള്ളാം മോളെ, നീ ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്തുകൊണ്ട് നന്നായി. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതിലും വലിയൊരു നേട്ടമാണ് നമുക്കിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോ കവിത എന്നെ വിളിച്ചിരുന്നു. അവിടെ നിന്ന് സ്വാതി ബാഗുമെടുത്ത് മംഗലശ്ശേരിയുടെ പടിയിറങ്ങിപ്പോയി. ഇനി സഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു മടങ്ങിവരവ് സ്വാതിക്കുണ്ടാവില്ല, അത് തീർച്ചയാണെന്നാണ് കവിത പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് സ്വാതി അവിടെ നിന്ന് പോയിരിക്കുന്നത് എന്ന് സഞ്ജനയോട് രക്ഷ അറിയിച്ചു. എന്തായാലും മോള് കൊള്ളാം, നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്. നമ്മളോട് അവൻ ചെയ്തതിനും അവന്റെ കുടുംബക്കാർ ചെയ്തതിനുമൊക്കെ ഒരു തിരിച്ചടി എന്റെ മോൾക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞതും സഞ്ജന പറഞ്ഞു, എന്നാൽ ഇതുകൊണ്ടൊന്നും എനിക്ക് സന്തോഷമായിട്ടില്ലമ്മേ. കാരണം അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ 2 ഭാര്യമാരും പോണം. ഒരാൾ പോലും അവന്റെ കൂടെ ഇല്ലാതെ അവൻ വേദനിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് അവനെ കാണണം. എന്നാൽ മാത്രമേ എൻ്റെ മനസ്സിന്റെ പക അടങ്ങുകയുള്ളൂ, എൻ്റെ മനസ്സിന് ശാന്തി കിട്ടത്തുള്ളൂ അമ്മേ എന്ന് ദക്ഷയോട് സഞ്ജന അറിയിച്ചു. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇനി സ്വാതിയുടെ ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല. ഞാൻ മോൾക്ക് ഇതിന് നല്ലൊരു ട്രീറ്റ് തരുന്നുണ്ട്. പിന്നെ കവിത എന്നെ വിളിച്ചിരുന്നു. ഇപ്പോ കവിതയോട് നമുക്ക് ഏറ്റുമുട്ടാൻ സാധിക്കില്ല. കവിതയുടെ കയ്യിൽ നിന്ന് മംഗലശ്ശേരി ഗ്രൂപ്പ് പിടിച്ചെടുത്തുകൊണ്ട് അവളെ നമുക്ക് അങ്ങനെ നിർത്താനും ആവില്ല. അവളിപ്പോൾ ആഗ്രഹിക്കുന്നത് മംഗലശ്ശേരി ഗ്രൂപ്പ് ഒന്നാകെ വിഴുങ്ങാനാണ്. അങ്ങനെ ഒരു സാഹചര്യം അവൾക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ അവളെ നമ്മുടെ ശത്രുവായി മാറും. അവൾ പിന്നെ നമ്മളെ എന്നേക്കുമായി ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും നമുക്കെതിരെ പോരാടാനും അവൾ തുനിഞ്ഞിറങ്ങും എന്ന് കാഞ്ചനയുടെ കാര്യവും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷ സ്വാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാഞ്ചനയും ഒരിക്കലും മംഗലശ്ശേരിക്കാരുമായി ഇനി കൂട്ടുകൂടില്ല എന്നും രക്ഷ അറിയിച്ചു. അതുകൊണ്ട് കവിതയെ നമുക്ക് തൽക്കാലം പിണക്കി നിർത്താനാവില്ല. കവിതയെ കൂടെ തന്നെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ നീക്കങ്ങൾ നടത്താനെന്നാൽ കവിതയുടെ ആഗ്രഹം നേടിയെടുക്കാനുള്ള സാഹചര്യം അവൾക്കൊരിക്കലും ഒരുക്കി കൊടുക്കുകയും ചെയ്യരുത് എന്ന് രക്ഷ സഞ്ജനയോട് അറിയിച്ചു. അത് കേട്ടതും സഞ്ജന പറഞ്ഞു, ശരിയാണ് മമ്മി, അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. കവിത ആന്റിക്ക് ഇപ്പോ മംഗലശ്ശേരി ഗ്രൂപ്പ് തട്ടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അങ്കിളിനെ പോലും അവർ തഴഞ്ഞു കളയും, നമ്മളെ വീണ്ടും ശത്രുക്കളാക്കി മാറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞതും രക്ഷ പറഞ്ഞു, അതെ, അവളെ കൂടെ നിർത്തുമ്പോഴും നമ്മുടെ കുടുംബം തകർത്ത് കളഞ്ഞ ആ മംഗലശ്ശേരിക്കാരുടെ രക്തം തന്നെയാണ് അവളെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർമ്മയിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് രക്ഷ സഞ്ജനയോട് അറിയിച്ചു. അതുകൊണ്ട് ഒരിക്കലും അവൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് രക്ഷയും സഞ്ജനയും തീരുമാനിക്കുന്നു. അപ്പോഴാണ് സഞ്ജു സ്വാതിയുടെ അരികിൽ നിന്ന് നേരെ ബാറിലേക്ക് എത്തിയത്. തൻ്റെ സങ്കടങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി മദ്യപിച്ചുകൊണ്ട് അങ്ങനെ സഞ്ജു അവിടെ ഇരിക്കുമ്പോഴേക്കും ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ഗൗതം എത്തുന്നു. ആഹാ, സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? കൊള്ളാം, എന്തായാലും 2 ഭാര്യമാരുമായിട്ട് വീട്ടിൽ സുഖമായി കഴിയുകയായിരുന്നില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ലച്ചു നിന്റെ ഭാര്യയാണെന്നുള്ള സത്യം ഞാൻ നേരത്തെ മനസ്സിലാക്കിയതായിരുന്നു. കവിത മേഡം എന്നെ അവളുടെ നാട്ടിലേക്ക്, ആ ലച്ചുവിന്റെ നാട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ സത്യങ്ങളൊക്കെ ഞാൻ ബോധ്യപ്പെട്ടതാണ്. പിന്നെ അക്കാര്യം ഞാൻ കവിത മേഡത്തിൽ നിന്ന് മറച്ചു വെച്ചെന്നേ ഉള്ളൂ എന്ന് ഗൗതം സഞ്ജുവിനോട് പറയുന്നു. എല്ലാം കേട്ട ശേഷം സഞ്ജു മറുപടിയൊന്നും പറയാതെ അങ്ങനെ വിഷമത്തോടിരിക്കുമ്പോൾ സഞ്ജുവിന്റെ മനസ്സിലേക്ക് പ്രഭ പറഞ്ഞ കാര്യങ്ങളും സ്വാതി തന്നോട് പറഞ്ഞതുമായിട്ടുള്ള ഓരോ വാക്കുകളും സഞ്ജുവിനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ വേദനയോടെ വീണ്ടും വീണ്ടും മദ്യം വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗൗതമത്തിന്റെ ഈ രീതിയിലുള്ള സംസാരം. ഗൗതം വീണ്ടും സഞ്ജുവിനെ കളിയാക്കുന്നത് പോലെ പറയുന്നു, അതെ, നീ ഇപ്പം വലിയ ഭാഗ്യവാനാണല്ലോ, നിന്നെ മത്സരിച്ച് സ്നേഹിക്കാൻ 2 ഭാര്യമാര്. കൊള്ളാം, ഭാര്യമാർക്ക് പരസ്പരം അറിയത്തുമില്ല നീ അവളുടെ ഭർത്താവാണെന്നുള്ള സത്യവും. ഇങ്ങനെയൊക്കെ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ സഞ്ജു, കൊള്ളാം എന്ന് പറഞ്ഞ് ഗൗതം സഞ്ജുവിനെ കളിയാക്കി. അവസാനം സഹിയിട്ട് സഞ്ജു തൻ്റെ കയ്യിലിരുന്ന ആ മദ്യക്കുപ്പി ഗൗതത്തിന് നേരെ വലിച്ചെറിഞ്ഞു.
പിന്നീട് ഗൗതമിനെ തല്ലുവാനായി ഗൗതമിന്റെ കോളർന്ന് കയറി പിടിക്കുകയും സഞ്ജു അവന്റെ കർണത്തടിക്കുകയും ചെയ്തതോടെ ഗൗതം സഞ്ജുവിനെ നേരെ തിരിയുന്നു. നീ എന്താടാ ചെയ്തത് എന്ന് ചോദിച്ച്, നീ ചെയ്തു കൂട്ടിയതൊക്കെ മറ്റുള്ളവർ പറയുന്നതാണോ തെറ്റ് എന്ന് പറഞ്ഞ് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? 2 ഭാര്യമാരെയും ഒരു വീട്ടിൽ പാർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നീ ജീവിക്കുന്നല്ലോടാ, നാണമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് സഞ്ജുവിനെ വീണ്ടും ഗൗതം കളിയാക്കി. അപ്പോഴേക്കും ഗൗതമിനെ വീണ്ടും തല്ലുവാനായി സഞ്ജു ഗൗതമിനെ പിടികൂടി. അവിടെ നിന്ന് വെച്ച് വലിയൊരു ബഹളം തന്നെ ഉണ്ടാവുന്നു. സഞ്ജുവും ഗൗതവും ആ ബാറിൽ വെച്ച് വലിയ പിടിവലി നടത്തുന്നു. അവിടെ മദ്യപിക്കാനെത്തിയ മറ്റാളുകൾ സഞ്ജുവിനെയും ഗൗതമിനെയും പിടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അതെ, ഇവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞ് ഗൗതം തന്റെ ഭാഗത്ത് ന്യായം പറയാൻ ശ്രമിക്കുമ്പോൾ കേട്ടു നിന്നവർ പറഞ്ഞു, അതെ, ഞങ്ങളും കണ്ടതാണ്. താനിവിടെ വന്ന് വെറുതെ ഇയാളോട് ദേഷ്യത്തോടെ സംസാരിക്കുകയും ഇയാളെ പ്രകോപിതനാക്കുന്ന രീതിയിൽ തന്റെ ഭാഗത്തു നിന്നുള്ള നീക്കമുണ്ടായില്ലേ, അതുകൊണ്ടല്ലേ ഇയാൾ ഇങ്ങനെയെല്ലാം പെരുമാറിയത് എന്ന് ദേഷ്യത്തോടെ ഗൗതമിന് നേരെ അവർ തിരിയുന്നു. അവസാനം രണ്ടുപേരെയും പിടിച്ചു മാറ്റി അവിടെ നിന്ന് പോകാനായി പറഞ്ഞു. സഞ്ജു വീണ്ടും അവിടെ നിന്ന് മദ്യപിക്കുകയും ഗൗതം കളിതുള്ളി നിന്നെ ഞാൻ എടുത്തോളടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു. അതിനുശേഷം അവിടെ ദക്ഷ ഒരുക്കിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി ഗൗതവും കവിതയും എത്തുന്നു. ദക്ഷയുടെ അരികിലേക്ക് എത്തിയതും ദക്ഷയുടെ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിനിടയിൽ കവിതയും ഗൗതമും അവരുടെ സന്തോഷം പങ്കുവച്ചു. അപ്പോഴേക്കും സഞ്ജനയോട് കവിത വന്ന് ചോദിച്ചു, സഞ്ജന, എനിക്കൊരു കാര്യം മാത്രമേ അറിയാനുള്ളൂ. ഇപ്പോഴും സഞ്ജുവിനോട് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും സഞ്ജനയ്ക്ക് ഇപ്പോഴെങ്കിലും സ്നേഹമുണ്ടോ, അല്പമെങ്കിലും എന്ന് സഞ്ജനയോട് കവിത അന്വേഷിച്ചതും സഞ്ജന പറഞ്ഞു, ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഇനി സഞ്ജുവിനെ കാണില്ല. സഞ്ജുവിനോടുള്ള എൻ്റെ മനോഭാവം, സഞ്ജു ഇനിയും ആ 2 പേരും സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്ന് പോയി ആരുമില്ലാതെ ഒറ്റപ്പെടണം, അങ്ങനെ അവൻ വേദനിക്കണം, അങ്ങനെ അവൻ ജീവിക്കണം. ആ കാഴ്ച കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ എനിക്ക് സഞ്ജുവിനോടുള്ള പക ഇല്ലാതാകൂ എന്ന് സഞ്ജന കവിതയോട് അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ കവിത പുഞ്ചിരിച്ചുകൊണ്ട് താമസിയാതെ ആ കാഴ്ച സഞ്ജനയ്ക്ക് കാണാൻ കഴിയുമെന്ന് കവിത പറയുന്നു. അങ്ങനെയെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ കവിത സന്തോഷത്തോടെ നിൽക്കുകയും ഗൗതമിനോട് ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവരങ്ങനെ ആ പാർട്ടിയിൽ ആഘോഷത്തോടെ നിൽക്കുന്നു. ഈ സമയത്ത് സഞ്ജു എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ മദ്യപിച്ച് അവശനായി ഒരു വിധത്തിൽ മംഗലശ്ശേരിയിലേക്ക് എത്തുന്നു. കാറിന്റെ ശബ്ദം കേട്ടതും സഞ്ജുവിനെ കാത്തിരുന്ന ലിച്ചു വേഗം തന്നെ പുറത്തേക്ക് ഓടിയെത്തി. സഞ്ജു മദ്യപിച്ച് അവശനായി കാറിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തേക്കിറങ്ങി ആ കാറിന്റെ ഡോറിൽ താങ്ങി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നു. അത് കണ്ടതോടെ അങ്ങനെ കരഞ്ഞുകൊണ്ട് സഞ്ജു നിൽക്കുന്നത് കണ്ട് ലച്ചു വേഗം വാതിൽ തുറന്നതും സഞ്ജുവിന്റെ കാഴ്ച കണ്ട് ഞെട്ടലോടെ സഞ്ജു ഈ അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ട് ഭയന്നും ഞെട്ടിത്തെറിച്ചും ലച്ചു സഞ്ജുവിനരികിലേക്ക് ഓടുന്നു.